നമസ്കാരം. അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾക്കായുള്ള ആഗോള വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറന്ന റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് 75 ചെക്ക്മേറ്റ് വാങ്ങാനുള്ള നിർദ്ദേശം ഭാരതം തള്ളിക്കളഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പ്രതിരോധ ചർച്ചകളിൽ ഈ യുദ്ധവിമാനം ഉൾപ്പെടുത്താൻ മോസ്കോ നിരന്തരമായി ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നുവെങ്കിലും ഇന്ത്യ ഇതിനോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രതിരോധ മേഖലയിലെ ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലെ മുൻഗണനാ പട്ടികയിൽ ഈ റഷ്യൻ യുദ്ധവിമാനം ഏറ്റവും പിന്നിലാണ് എന്നതാണ് സൂചന. വിമാനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകാത്തതും ഇതുവരെ ഒരൊറ്റ പരീക്ഷണ പറക്കൽ പോലും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കാത്തതുമാണ് ഇന്ത്യയെ ഈ പിന്മാറ്റത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം. കയറ്റുമതി വിപണിയെ മാത്രം ലക്ഷ്യമിട്ട് സിംഗിൾ എഞ്ചിൻ കപ്പാസിറ്റിയിൽ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഒരു 5ാം തലമുറ യുദ്ധവിമാനം എന്ന നിലയിലാണ് 2021 റഷ്യ സുഖോയ് 75 ചെക്ക്മേറ്റ് ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. റഷ്യൻ വ്യോമസേനയുടെ ഭാഗമായി കഴിഞ്ഞ സുഖോയ് 57 യുദ്ധവിമാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സുഖോയ് 75 ഇതുവരെ പ്രോട്ടോടൈപ്പ് ഘട്ടം പോലും പിന്നിട്ടിട്ടില്ല. ഇന്ത്യൻ പ്രതിരോധ ആസൂത്രകരെ സംബന്ധിച്ച് ഭാവിയുടെ യുദ്ധതന്ത്രങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു വിമാനത്തിൻ്റെ വിശ്വസത അളക്കുന്നതിൽ അതിൻ്റെ പ്രായോഗിക പരീക്ഷണങ്ങൾ അതീവ നിർണായകമാണ്. ആകാശത്ത് പറന്നുയർന്ന് തങ്ങളുടെ കരുത്ത് തെളിയിക്കാത്ത ഒരു വിമാനത്തിന് കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ ദില്ലി നൽകിയത്. റഷ്യയുടെ അത്യാധുനിക വ്യോമ സാങ്കേതിക വിദ്യയുടെ പ്രതീകങ്ങളായി ആഗോള പ്രതിരോധ വിപണിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് സുഖോയ് Su-57 ഫെലനും സുഖോയ് Su-75 ചെക്ക്മേറ്റും. പ്രശസ്തമായ സുഖോയ് ഡിസൈൻ ബ്യൂറോ തന്നെയാണ് ഇവ രണ്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നതിനാൽ പലപ്പോഴും ഇവ രണ്ടും ഒന്നാണോ എന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ സാങ്കേതികതയിലും വലിപ്പത്തിലും ഇവയുടെ ഉപയോഗത്തിലും ലക്ഷ്യങ്ങളിലും പരസ്പരം വലിയ വ്യത്യാസങ്ങളുള്ള 2 വേറിട്ട യുദ്ധവിമാനങ്ങളാണ് ഇവയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി നിലവിൽ റഷ്യൻ വ്യോമസേനയുടെ മുൻനിര പോരാളിയായി മാറിയ വിമാനമാണ് Su-57 ഫെലൻ എങ്കിൽ വിദേശ വിപണികളെ മാത്രം ലക്ഷ്യമിട്ട് റഷ്യ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് അഥവാ പരീക്ഷണ മാതൃക മാത്രമാണ് Su-75 ചെക്ക്മേറ്റ്. ഒരേ വിമാനത്തിൻ്റെ 2 പേരുകളല്ല ഇവ, മറിച്ച് ഒരേ സാങ്കേതിക അടിത്തറയിൽ നിന്നും രൂപം കൊണ്ട തികച്ചും വ്യത്യസ്തമായ 2 ആശയങ്ങളാണ്. ഈ 2 യുദ്ധവിമാനങ്ങളും തമ്മിലുള്ള ഏറ്റവും പ്രകടമായ വ്യത്യാസം അവയുടെ എൻജിൻ കപ്പാസിറ്റിയിലും ഘടനയിലുമാണ്. Su-57 ഫെലൻ എന്നത് 2 എഞ്ചിനുകളുള്ള ഒരു ഹെവി വെയ്റ്റ് യുദ്ധവിമാനമാണ്. 2 എഞ്ചിനുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് അതിവേഗത കൈവരിക്കാനും വലിയ അളവിൽ ആയുധങ്ങളും ഇന്ധനവും വഹിച്ച് ദീർഘദൂര ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. ശത്രു രാജ്യങ്ങളുടെ ആകാശത്ത് പൂർണ്ണ മേധാവിത്വം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യ Su-57 വികസിപ്പിച്ചെടുത്തത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി Su-75 ചെക്ക്മേറ്റ് എന്നത് ഒരു എഞ്ചിൻ മാത്രമുള്ള ഭാരം കുറഞ്ഞ ഒരു ലൈറ്റ് ടാക്ടിക്കൽ ഫൈറ്ററാണ്. ഒരു എഞ്ചിൻ മാത്രമുള്ളതിനാൽ ഇതിൻ്റെ നിർമ്മാണ ചെലവും പരിപാലന ചെലവും വളരെ കുറവായിരിക്കും. വലിപ്പക്കുറവ് കാരണം ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ അഥവാ റഡാറുകളുടെ കണ്ണിൽപ്പെടാനുള്ള സാധ്യത Su-57നേക്കാൾ വളരെ കുറവാണ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇവിടെ നിർമ്മാണ പുരോഗതിയും നിലവിലെ അവസ്ഥയും പരിശോധിച്ചാലും വലിയ അന്തരമുണ്ട്. Su-57 ഫെലൻ വർഷങ്ങളോളം നീണ്ട പരീക്ഷണ പറക്കലുകളും കഠിനമായ പ്രതിരോധ പരിശോധനകളും പൂർത്തിയാക്കി റഷ്യൻ വ്യോമസേനയുടെ ഔദ്യോഗിക ഭാഗമായി കഴിഞ്ഞ വിമാനമാണ്. യുക്രൈൻ യുദ്ധത്തിൽ ഉൾപ്പെടെ ഈ വിമാനം റഷ്യ പ്രായോഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര പ്രതിരോധ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് യുദ്ധരംഗത്ത് തങ്ങളുടെ കരുത്ത് തെളിയിച്ച ഒരു പൂർണ്ണ സജ്ജമായ പ്ലാറ്റ്ഫോമാണ് Su-57. എന്നാൽ Su-75 ചെക്ക്മേറ്റിൻ്റെ അവസ്ഥ ഇതല്ല. 2021 മോസ്കോ എയർ ഷോയിലാണ് ഇതിൻ്റെ വെറും ഒരു മോക്കപ്പ് അഥവാ മാതൃക റഷ്യ ലോകത്തിന് മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് പോലും. പ്രഖ്യാപനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ വിമാനത്തിൻ്റെ ഒരൊറ്റ ഔദ്യോഗിക പരീക്ഷണ പറക്കൽ പോലും വിജയകരമായി നടത്തുവാൻ റഷ്യക്ക് സാധിച്ചിട്ടില്ല. ഇത് ഇപ്പോഴും പേപ്പറിലും ഡിസൈൻ ബോർഡുകളിലും മാത്രമേ അവശേഷിക്കുന്ന ഒരു വികസന ഘട്ടത്തിലുള്ള പദ്ധതിയാണ്. വിലയും അന്താരാഷ്ട്ര വിപണിയിലെ ലക്ഷ്യങ്ങളുമാണ് ഇവയെ വേർതിരിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം. Su-57 ഫെലൻ നിർമ്മിക്കാൻ ഭീമമായ തുക ചിലവ് വരുന്നതിനാൽ റഷ്യ ഇത് തങ്ങളുടെ സ്വന്തം വ്യോമസേനയുടെ കരുത്ത് കൂട്ടാൻ വേണ്ടിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സാങ്കേതിക വിദ്യകൾ വിദേശ രാജ്യങ്ങൾക്ക് കൈമാറാൻ റഷ്യക്ക് താല്പര്യമില്ല. നേരെ മറിച്ച് Su-75 ചെക്ക്മേറ്റ് എന്ന വിമാനം റഷ്യ രൂപകൽപ്പന ചെയ്തത് തന്നെ പൂർണ്ണമായും വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. അമേരിക്കയുടെ വിഖ്യാതമായ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് ബദലായി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു 5ാം തലമുറ യുദ്ധവിമാനം എന്ന നിലയിലാണ് റഷ്യ ഇതിനെ ആഗോള വിപണിയിൽ ബ്രാൻഡ് ചെയ്യുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള തങ്ങളുടെ പരമ്പരാഗത പങ്കാളികളെ ഈ പദ്ധതി നിക്ഷേപകരാക്കാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് എങ്കിലും പരീക്ഷണ പറക്കൽ പോലും നടത്താത്ത വിമാനമായതിനാൽ
ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ നിന്നും അകലം പാലിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ Su-57 റഷ്യയുടെ പക്കലുള്ള ഏറ്റവും ശക്തനായ മുൻനിര പോരാളിയാണ് എങ്കിൽ Su-75 എന്നത് അതിൻ്റെ സാങ്കേതിക വിദ്യകൾ കടമെടുത്ത് വിദേശ പണത്തിനായി റഷ്യ വിപണിയിൽ ഇറക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ പതിപ്പ് മാത്രമാണ്. റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ സുഖോയ് Su-75 ചെക്ക്മേറ്റ് സ്വന്തമാക്കാൻ ഇന്ത്യ വിസമ്മതിക്കുന്നതിന് പിന്നിൽ സുദീർഘമായ തന്ത്രപരവും സാങ്കേതികവുമായ കാരണങ്ങളുണ്ട്. റഷ്യ തങ്ങളുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളിയായ ഇന്ത്യയെ ഈ പദ്ധതിയിലേക്ക് പലതവണ ഔദ്യോഗികമായി ക്ഷണിക്കുകയും സംയുക്ത നിർമ്മാണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടും ഇന്ത്യൻ വ്യോമസേനയും പ്രതിരോധ മന്ത്രാലയവും ഈ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി അകലം പാലിക്കുകയാണ് ചെയ്തിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിമാനത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള ആശങ്ക തന്നെയാണ്. 2021 റഷ്യ ഈ വിമാനത്തിൻ്റെ ഒരു മാതൃക ആഗോള വിപണിയിൽ അവതരിപ്പിച്ചുവെങ്കിലും ഇന്ന് വരെ ഇതിൻ്റെ ഒരൊറ്റ പരീക്ഷണ പറക്കൽ പോലും വിജയകരമായി നടത്തുവാൻ റഷ്യയ്ക്ക് സാധിച്ചിട്ടില്ല. ആകാശത്ത് പറന്നുയർന്ന് തങ്ങളുടെ പ്രായോഗിക ശേഷി തെളിയിക്കാത്ത കേവലം രൂപകൽപ്പനയുടെയും പേപ്പർ പ്ലാനുകളുടെയും ഘട്ടത്തിൽ മാത്രമുള്ള ഒരു വിമാനത്തിനായി കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുവാൻ ഇന്ത്യൻ പ്രതിരോധ ആസൂത്രകർ തയ്യാറല്ല. യുദ്ധരംഗത്ത് തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യകൾക്ക് മാത്രമേ ഇന്ത്യ നിലവിൽ മുൻഗണന നൽകുന്നുള്ളൂ. റഷ്യയുമായി മുൻപുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങളും ഇത്തരമൊരു തീരുമാനമെടുക്കുവാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. മുൻപ് റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 അടിസ്ഥാനമാക്കി സംയുക്തമായ ഒരു വിമാനം വികസിപ്പിക്കുന്നതിനായി FGFA എന്നൊരു വൻകിട പദ്ധതിയിൽ ഇന്ത്യ പങ്കാളിയായിരുന്നു. എന്നാൽ വർഷങ്ങളോളം നീണ്ട ചർച്ചകൾക്കും ഭീമമായ തുക നിക്ഷേപിച്ചതിനും ഒടുവിൽ 2018 ഇന്ത്യക്ക് ഈ പദ്ധതിയിൽ നിന്ന് നാടകീയമായി പിന്മാറേണ്ടി വന്നു. അന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യക്ക് കൈമാറുവാൻ റഷ്യ കാണിച്ച വിമുഖതയും വിമാനത്തിൻ്റെ നിർമ്മാണ ചെലവ് അനിയന്ത്രിതമായി ഉയർന്നതുമാണ് അന്ന് ഇന്ത്യയെ പിന്തിരിപ്പിച്ചത്. വലിയ തുക മുടക്കിയിട്ടും പൂർണ്ണ സജ്ജമായ ഒരു യുദ്ധവിമാനം സ്വന്തമാക്കാൻ കഴിയാതെ പോയ ആ പഴയ ചരിത്രം മുന്നിലുള്ളതുകൊണ്ട് റഷ്യയുടെ പുതിയൊരു 5ാം തലമുറ പദ്ധതിയിലേക്ക് വീണ്ടും ചാടി വീഴാൻ ഇന്ത്യ ഭയപ്പെടുന്നു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ നടപ്പിലാക്കുന്ന ആത്മനിർഭർ ഭാരത് നയവും ഇതിന് നിർണായക പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള AMCA പദ്ധതിയുമായി വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. രാജ്യത്തിൻ്റെ സ്വന്തം ശാസ്ത്രജ്ഞരും പൊതുമേഖലാ സ്ഥാപനങ്ങളും ചേർന്ന് വികസിപ്പിക്കുന്ന ഈ തദ്ദേശീയ പദ്ധതിക്ക് ഭീമമായ തുക ആവശ്യമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മറ്റൊരു വിദേശ വിമാനത്തിനായി വിഭവങ്ങൾ മാറ്റിവെക്കുന്നത് സ്വന്തം രാജ്യത്തിൻ്റെ സാങ്കേതിക മുന്നേറ്റത്തെയും സ്വപ്ന പദ്ധതിയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു. തങ്ങളുടെ വ്യോമ സുരക്ഷ ഭാവിയിൽ സ്വന്തം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് രാജ്യം. അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളും റഷ്യയുടെ മേലുള്ള കടുത്ത ഉപരോധങ്ങളും ഇന്ത്യയെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങൾ കാരണം Su-57 വിമാനത്തിന് ആവശ്യമായ അത്യാധുനിക ഇലക്ട്രോണിക്സ് ഘടകങ്ങളും റഡാർ സംവിധാനങ്ങളും കൃത്യസമയത്ത് നിർമ്മിച്ചെടുക്കുവാൻ റഷ്യയ്ക്ക് സാധിക്കുമോ എന്നതിൽ വലിയ സംശയമുണ്ട്. കൂടാതെ റഷ്യയിൽ നിന്നും പുതിയൊരു വലിയ പ്രതിരോധ കരാർ ഏറ്റെടുക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള ശക്തികളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളെ ബാധിച്ചേക്കാം. നിലവിൽ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ റഫാൽ യുദ്ധവിമാനങ്ങളുടെ മികച്ച പ്രകടനത്തിൽ ഇന്ത്യൻ വ്യോമസേന പൂർണ്ണ തൃപ്തരാണ്. പൂർണ്ണമായും പരീക്ഷിച്ച് വിജയിച്ച റഫാൽ വിമാനങ്ങൾ കൂടുതൽ വാങ്ങുന്നതാണ് പരീക്ഷണ ഘട്ടത്തിൽ പോലും എത്താത്ത റഷ്യൻ ചെക്ക്മേറ്റിനേക്കാൾ സുരക്ഷിതമെന്ന് ഇന്ത്യ കരുതുന്നു. ചുരുക്കത്തിൽ സാങ്കേതികതയിലെ അനിശ്ചിതത്വവും മുൻകാല പാഠങ്ങളും സ്വന്തം തദ്ദേശീയ മുന്നേറ്റവുമാണ് ചെക്ക്മേറ്റ് പദ്ധതിയിൽ നിന്ന് ഇന്ത്യയെ പൂർണ്ണമായും പിന്നോട്ട് വലിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.